ദൈവപുത്രന്റെ മനുഷ്യാവതാരം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ വ്യക്തമാകുന്ന ചില വസ്തുതകളുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെയെന്ന് ആഹ്വാനം ചെയ്ത ക്രിസ്തുനാഥൻ സുഭിക്ഷതയുടെയും സുരക്ഷിതത്വത്തിന്റെയുമായൊരു ഭൗതിക ജീവിതമല്ല നമുക്ക് വാഗ്ദാനം ചെയ്തത്. മറിച്ച് അരക്ഷിതത്വവും ദാരിദ്ര്യവും വേദനകളും ദൈവപരിപാലനയിലേക്കുള്ള നടപ്പാതകളാക്കി മാറ്റുവാൻ അവിടുന്ന് പഠിപ്പിച്ചു. ജീവിതവീഥികളിൽ പ്രതിബന്ധങ്ങളെയും ദുരിതങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ വഴിമാറി നടക്കുവാനോ അവയ്ക്കെതിരെ പോരാടുവാനോ അല്ല അവിടുന്ന് ഉദ്ബോധിപ്പിച്ചത്. അവയെ സന്തോഷപൂർവം ദൈവമഹത്വത്തിനായി സ്വീകരിക്കുമ്പോൾ സംലബ്ധമാകുന്ന വലിയ വിജയത്തെ സ്വന്തം ജീവിതത്തിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി. ഇതാ നമുക്ക് മുന്നിൽ ഇന്നും ജീവിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ. വേദനകളെയും തടസ്സങ്ങളെയും ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് ഈ ലോകത്തിൽ ദൈവത്തിനായി ജീവിച്ചവർ. അവിടുന്ന് വാഗ്ദാനം ചെയ്ത വലിയ വിജയം ഈ മണ്ണിൽ കൊയ്തെടുത്തവർ. അധ്യാപകനായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തന്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറൻ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം വിവരണങ്ങൾക്കതീതനാണ്. പിൽക്കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിച്ച ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛൻ തന്റെ ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ഏറെയും സഹനത്തിന്റേതാണ്. ഏറെക്കാലം നാട്ടിൽ നിന്ന് വിട്ടുനിന്ന ശേഷം തിരിച്ചെത്തി ഒരു പുതിയ തുടക്കം കുറിക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് POC ബൈബിൾ തർജിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെട്ടത് തുടർന്നുള്ള ഭാവിയിലും ഏറെ പ്രയോജനം പകർന്നു. ബൈബിൾ തർജിമയും താലന്തു മാസികയും അടങ്ങുന്ന ക്രിയാത്മകമായ POCയിലെ ദൗത്യങ്ങൾക്ക് ശേഷം 1982 ജൂണിൽ അദ്ദേഹം തിരിച്ച് തലശ്ശേരിയിലെത്തി. അതിശയകരമായ ദൈവിക പദ്ധതികളുടെ അമരക്കാരനായി നിയോഗിക്കപ്പെടാറുള്ള പതിവുകൾ വീണ്ടും തുടരുകയായിരുന്നു. ബഹുമാനപ്പെട്ട മൈക്കിളച്ചന്റെ ജീവിതത്തെ ഒറ്റവാക്യത്തിൽ വിശദീകരിച്ചാൽ ദൈവവചനത്തിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു താപസ ജന്മം എന്നതിനപ്പുറം മറ്റൊരു നിർവചനം നൽകേണ്ടതില്ല. അപ്രതീക്ഷിതമായ വീഥികളിലൂടെ മാത്രം എന്നും ദൈവം കൈപിടിച്ചു നടത്തിയ ആ ജീവിതത്തിലെ നാഴികക്കല്ലുകളെല്ലാം അത്യന്തം വിസ്മയനീയമാണ്. ജനനം മുതൽ ഇന്നോളം ദൈവം അദ്ദേഹത്തിന് സമ്മാനിച്ച ഒട്ടേറെ നേട്ടങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അദ്ദേഹത്തിലൂടെ യാഥാർത്ഥ്യമായ അനവധി ദൈവീക പദ്ധതികൾ, അവയെല്ലാം വചനാധിഷ്ഠിതമായിരുന്നു. 1980കളുടെ തുടക്കത്തിൽ POCയുടെ ആദ്യത്തെ മലയാളം ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ട് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ നമ്മുടെ വിശ്വാസികൾക്കിടയിൽ വചന സന്ദേശത്തിന് ലഭിച്ച വലിയ സ്വീകാര്യതയ്ക്ക് പിന്നിൽ കാര്യമറ്റം അച്ഛന്റെ പങ്ക് ചെറുതല്ല. വചനത്തിന്റെ ശക്തിയും സമ്പന്നതയും തിരിച്ചറിഞ്ഞ അദ്ദേഹം തുടക്കകാലത്ത് തന്നെ തലശ്ശേരിയിൽ നിന്നും ബൈബിൾ അപ്പസ്തോലേറ്റ് വഴിയായി വിവിധ സമൂഹങ്ങൾക്കായി വ്യത്യസ്ത പഠന പദ്ധതികൾ രൂപപ്പെടുത്തി. അവയെല്ലാം വലിയ വിജയങ്ങളായി മാറി. ഞാൻ തുടക്കത്തിൽ 84 തന്നെ ആരംഭിച്ചായിരുന്നു 3 കോഴ്സ് ബൈബിൾ. അൽമായർക്ക് വേണ്ടിയിട്ട്, സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, വൈദികർക്ക് വേണ്ടിയിട്ട് 2 മാസത്തിലൊരിക്കൽ 3 ദിവസം, വ്യാഴാഴ്ച വൈകുന്നേരം വരിക, ഞായറാഴ്ച ഉച്ചയാകും പോവാം. അങ്ങനെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ദീർഘിക്കുന്ന കോഴ്സായിട്ട് ആരംഭിച്ചു. അത് ഞാൻ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു.
അൽമായർ ഒരു 10-60 പേര് വന്നു. അത് അവസാനം കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ 50 പേരുണ്ടായിരുന്നു. ഇതെല്ലാം സന്ദേശം വെച്ചായിരുന്നു തലശ്ശേരിയിൽ. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള കോഴ്സ് ആരംഭിച്ചു. അതൊരു 100ഓളം പേര് ആരംഭിച്ചു. അവരത് പൂർത്തിയാക്കി. ഇത് വീണ്ടും തുടരുന്നുണ്ടായിരുന്നു. അച്ഛന്മാർക്ക് വേണ്ടി ആരംഭിച്ചൊരു 10-40 പേര് വന്നു. 3 തവണ കഴിഞ്ഞപ്പോഴത്തേക്കും 18-12 പേരായി. ഇപ്പം ഞങ്ങളത് നിർത്തി. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് പോയി. അപ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഫൊറോന ലെവലിൽ അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഫൊറോന ലെവലിൽ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഫൊറോനായി പോയി ക്ലാസ് എടുക്കുമായിരുന്നു ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി. ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഇവരുടെ ഇരുന്ന് കൊടുത്തുവിടാൻ വേണ്ടേ, ഇതാണ് അടുത്ത പടി. ഇപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് പോയി, പക്ഷേ എല്ലാ വിഷയത്തിനും ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. നല്ല ഒരു കമൻറ്ററി നമുക്ക് കിട്ടാനില്ല. ഞങ്ങൾ POC ബൈബിൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്ററി ഉണ്ടാക്കണം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് അതിനു മുമ്പ് ഒന്ന് സംഭവിച്ചത് 90 ആയപ്പോഴേക്കും ഈ പെന്തക്കോസ്തുകാരുടെയും യഹോവ സാക്ഷികളുടെയും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും ചോദ്യത്തിന് എവിടെ കൊണ്ട് ഉത്തരം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു മീൻ പിടിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ചൂണ്ട മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോരുത്തരും ഉത്തരം പറയുന്നതിനേക്കാളും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ ഒരുക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം 1990 ഞാൻ പ്രസിദ്ധീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 20,000 കോപ്പി ആ പുസ്തകത്തിൻ്റെ ചിലവായി. പല രൂപതകളിലും അത് ഒരു യൂത്ത് കാറ്റഗറീസിന് ടെക്സ്റ്റായിട്ട് എടുത്തു. 91 വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കമൻട്രി തയ്യാറാക്കിയത്. അപ്പോൾ അത്യാവശ്യം ഇതാണ്. പക്ഷേ പിന്നോഴത്തേക്കും ബൈബിള് സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുള്ള ആൾക്കാരുടെ ദാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ബൈബിൾ തീർത്ഥാടനം എന്ന പേരിൽ അതൊരു എന്താ പറയുക ഗ്രൂപ്പ് സ്റ്റഡിക്ക് എന്ന രീതിയിൽ കഴിയുന്നതും ഇക്കണോമിക്കലായിരിക്കണം. 2 രൂപയ്ക്ക് സാധനം കൊടുക്കണം ആണ് എൻ്റെ പ്ലാൻ. ആണ്ടിൽ 6 ഇഷ്യൂ 64 പേജിൻ്റെ വീതം. അങ്ങനെ ആകുമ്പോൾ ഞാനൊരു 64 പേജിൻ്റെ എഴുതി ചെറിയ അക്ഷരങ്ങളൊക്കെ ആയിട്ട് ഒരു 2-3 ഇഷ്യൂ അതൊരു 5000-ഓളം കോപ്പിക്ക് ആദ്യമായിട്ട് കിട്ടി. ഇപ്പം സാധാരണ പിന്നെ പ്രകടനമായിട്ട് 10,000 കോപ്പി തരുന്നുണ്ട്. അപ്പോൾ വായനക്കാരെല്ലാം പറഞ്ഞു ഞങ്ങൾ രൂപ 5 വേണേൽ തരാം, ഇത് അല്പം കൂടി വലിയ അക്ഷരത്തിലാക്കി തരാം. അതുപോലെ തന്നെ ഈ 64 പേജ് എല്ലാം ചെറുത് കുറച്ചിട്ട് അങ്ങനെ പിന്നെ സൈസ് മാറ്റി. ഇതെല്ലാം തലശ്ശേരിയിലെ ബൈബിൾ അപ്പോസ്തലന്റെ ഇതെല്ലാം തലശ്ശേരി ബൈബിൾ അപ്പോസ്തലന്റെ ആഭിമുഖ്യത്തിൽ ചെയ്തുകൊണ്ട് കാര്യമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ച വിപ്ലവാത്മകമായൊരു ആശയമായിരുന്നു ബൈബിൾ ചിത്രകഥകൾ. ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ സമൂഹം കുഞ്ഞുങ്ങൾക്ക് ഫലപ്രദമായി ബൈബിൾ സാക്ഷരത പകർന്ന ചരിത്രമാണ് ആ ചിത്രകഥകൾക്കുള്ളത്. ആദ്യം താലന്തു മാസികയിൽ അദ്ദേഹം തന്നെ ആരംഭിച്ച പ്രത്യേക ശൈലി ബൈബിളിലെ ഓരോ ഗ്രന്ഥങ്ങളെയും പ്രത്യേകം ചിത്രകഥകളാക്കി 50 പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹത്തിന് പ്രചോദനമേകി. തുടർന്ന് ഒട്ടേറെ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തപ്പെട്ട ആ ചിത്രകഥാ പുസ്തകങ്ങൾ തികച്ചും വിസ്മയനീയമായ ഒരു ഉദ്യമമായിരുന്നു. തുടക്കത്തിൽ ഏറെ പ്രതിസന്ധികളെ നേരിട്ടുവെങ്കിലും പിന്നീട് ആ പദ്ധതിയെ കാലം ഏറ്റെടുത്തു. പിള്ളേർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിൽ പതിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ചിത്രകഥയുടെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ താലന്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രകഥ. അപ്പോൾ ബൈബിൾ മുഴുവനും ചിത്രകഥയിലൂടെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും തോന്നി. അങ്ങനെ 83 അവസാനം ഞാൻ ചിത്രകഥ ആരംഭിച്ചു. പക്ഷെ അത് കറ്റേ പരാജയപ്പെട്ടു. കാരണം ഇന്ന് എനിക്ക് ഒത്തിരി തീക്ഷ്ണതയുണ്ടായിരുന്നു. ഏലിയയുടെ തീക്ഷ്ണതയും മോശയുടെ ശൗര്യവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രവാചകന്മാരോടായിരിക്കും പിള്ളേർക്ക് താല്പര്യം. അപ്പോൾ ഏലിയ, എലീഷ, ആമോസ്, ഹോസിയ, മിക്ക 5 പുസ്തകങ്ങൾ ഒന്നിന് പുറകെ പ്രവാചകന്മാർ. ഏലിയ വലിയ കുഴപ്പമില്ലാണ്ട് പോയി, എലീഷയും വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ആമോസ് വന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് കഴിക്കാണ്ടായി. അപ്പോൾ ഞാൻ 25,000 കോപ്പി അടിക്കും, കിട്ടുന്ന കാശോട് കടം മേടിച്ചു കൊണ്ട് കൊടുക്കും, ഇത് വിതരണം ചെയ്യും. എത്ര എണ്ണം പോയി, എത്ര എണ്ണം വന്നു, അങ്ങനെ അവസാനപ്പോഴത്തേക്കും പുസ്തകം പകുതി പോയി, കാശൊന്നും ഇല്ലാണ്ടായി, പിള്ളേരൊന്നും വാങ്ങിക്കാണ്ട് പോയി. അപ്പോൾ 84 അവസാനിച്ചപ്പോൾ ചിത്രകഥാ പ്രസ്ഥാനം കംപ്ലീറ്റ് പൊളിഞ്ഞു. അതും 3ാമത്തേതാണ്. എന്നെ ഓരോ സ്ഥലത്തും ഇടിച്ചിരുത്തുകയാണ്. ഇപ്പോൾ ഞാൻ സംഗതിയായിട്ടെല്ലാം ഭംഗിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പോയി. അതേപടി നഷ്ടപ്പെട്ടു, കംപ്ലീറ്റ് നഷ്ടം. മുന്നോട്ട് പോകാമെന്നൊരു ചുറ്റുപാടായി.
ഇനിയിപ്പോൾ എന്താ ഏതായാലും തുടങ്ങി വെച്ചതാണ്. ഞാൻ അന്നാണ് ഈ സിസ്റ്റർ ഗ്ലോറിസ്റ്റ ആയിട്ട് പരിചയപ്പെട്ടത്. ആരാധന സഭയിലെ സിസ്റ്റർ ഗ്ലോറിസ്റ്റ അന്ന് അമേരിക്കയിൽ പഠനമെല്ലാം കഴിഞ്ഞ് തലശ്ശേരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 50 പുസ്തകങ്ങളായി ബൈബിൾ മുഴുവനും ചിത്രകഥകളിലൂടെ അവതരിപ്പിക്കുന്നു. ആണ്ടിൽ 6 പുസ്തകം വീതം 8 കൊല്ലം കൊണ്ട് പൂർത്തിയാകുന്ന പ്രോജക്റ്റ്. ഒരു വാർഷിക പരസ്യക്ക് 10 രൂപ എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യമൊക്കെ ഉണ്ടാക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം പ്രസിദ്ധീകരിക്കുന്നു. പരസ്യം ഉണ്ടാക്കി സിസ്റ്ററിൻ്റെ അടുത്ത് കൊടുത്തു. സിസ്റ്റർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു 2 ദിവസം കൊണ്ട് കിട്ടി. ഞാനത് കത്തെഴുതി ഉണ്ടാക്കി. അതിനിടയ്ക്ക് CP വർഗീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. CP വർഗീസ് മരിച്ചുപോയി. അവിടുത്തെ ഒരു വലിയ അച്ഛനാണ് സ്കൂളിൽ. അദ്ദേഹത്തിന് സ്കൂളുകളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. സ്കൂൾ കൗൺസിലിങ്ങിനൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ സഹായിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കുറേ അഡ്രസ്സ് എനിക്ക് തന്നു. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർക്ക് ഈ അച്ഛൻ കത്തെഴുതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ ചിത്രകഥയ്ക്ക് വരസെങ്കിൽ വിരിക്കാനായിട്ട് നോക്കുക. അപ്പം ഇംഗ്ലീഷും മലയാളവും ഇത് ഇങ്ങനെ ഒരു വെറിസ്റ്റ് ഉണ്ട്. ഇത് പരാജയപ്പെടും എന്നുള്ളത് തീർച്ചയായും ബോധ്യപ്പെടുകയാണ്. എന്തെങ്കിലും ആട്ടെ, ആരെങ്കിലും തരികയാണെങ്കിൽ തുടങ്ങാം. അപ്പോൾ എനിക്ക് 25,000 കോപ്പിയെങ്കിലും മലയാളം അടിക്കണം, 16 എങ്കിലും ഇംഗ്ലീഷ് അടിക്കണം. ആ രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ. അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ ഈ സംഗതി കായം അഭയം പുറത്ത് എനിക്കൊരു 10,000 കോപ്പിയോളം മലയാളത്തിന് ഓർഡർ കിട്ടി. ഒരു 6,000-7,000 കോപ്പിക്ക് ഇംഗ്ലീഷിന് ഓർഡർ കിട്ടി. അതങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതങ്ങനെ പോയി അവകാശം പിക്കപ്പ് ചെയ്തു. 2 ഇഷ്യൂ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മീസോ റാമിനൊരു കത്ത് കിട്ടി. എങ്ങനെ ഒന്നും അറിയാൻ പാടില്ല. മീസോ ഭാഷ ഇത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അത് പ്രസ്ബിറ്റേറിയൻ സഭയായിരുന്നു, കാത്തലിക്സ് അല്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശിൽ നിന്നൊരു ജോൺ തരകൻ്റെ അച്ഛൻ്റെ കത്ത് കിട്ടി. ഞങ്ങൾക്ക് തെലുങ്കിൽ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, മീസോ 3-4 ഭാഷകൾ. അതിങ്ങനെ ഞാൻ മുന്നോട്ട് ക്രൈസ്റ്റ് ധാരാളം ഉണ്ടായിരുന്നു ഇവർക്ക് പറഞ്ഞാൽ. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഹിന്ദിയിലേക്ക് വന്നു. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 90 ആയപ്പോഴേക്കും 5-6 വർഷം കൊണ്ട് 50 പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തു. അതിനിടയ്ക്ക് ട്രാൻസ്ലേഷൻസ് പലതും വന്നു. ഇപ്പം മൊത്തം 13 ഭാഷകളുടെ സാധനം അറിയിട്ടുണ്ട്. ആദ്യകാലം മുതൽ ബഹുമാനപ്പെട്ട മൈക്കിളച്ചനെ ദൈവം നയിച്ച വഴികൾ അത്ഭുതകരമാണ്. തകർച്ചയെന്നും അവസാനമെന്നും ഏവരും കരുതിയേക്കാവുന്ന അനുഭവങ്ങളിലൂടെ മാത്രമാണ് പലപ്പോഴും ദൈവം അദ്ദേഹത്തെ വളർത്തിയത്. അകാരണവും വിശദീകരണമില്ലാത്തതുമായ തകർച്ചകൾ, അവ ചിലപ്പോഴൊക്കെ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കളമൊരുക്കിയെങ്കിലും താമസം വിനാ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ പുതിയ തലങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന വീഥികളെ കൂടുതൽ വിശാലമാക്കി തീർക്കുകയായിരുന്നു. തലശ്ശേരി ബൈബിൾ അപ്പസ്തോലേറ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായും കേരള സഭയ്ക്ക് മുഴുവൻ വെളിച്ചമായും മുന്നേറിയിരുന്ന വേളയിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി ലഭിച്ച സ്ഥാനമാറ്റവും പ്രഥമദൃഷ്ട്യാ ഒരു വലിയ പരാജയമായിരുന്നു. പക്ഷേ അത് വിശാലമായ ഒരു ലോകത്തേക്കുള്ള അനിവാര്യമായ ഒരു പറിച്ചുനടിയിലായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. 97 ഏപ്രിൽ മാസം ആയപ്പോഴേക്കും പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛനിപ്പോൾ 35 വർഷം ആയല്ലോ, ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാം. ഞാൻ പിതാവ് ഇപ്പോൾ ട്രാൻസ്ഫർ എന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താ ബുദ്ധിമുട്ട്? ഞാനിപ്പം പലയിടത്തും പല ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, പലരോടും മരിച്ചെങ്കിൽ മേടിച്ചിട്ടുണ്ട്. സംഗതി അടിച്ചു തീർക്കാനായിട്ട് പ്രയാസമുണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 1 കൊല്ലം കൊണ്ട് തീർക്കാവുന്ന പരിപാടി തീർക്കാം. അച്ഛൻ ഇതുവരെ വന്നിട്ട് ഒരു ഇടവകയിൽ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ലോ. അതുകൊണ്ട് കുറച്ച് കാലം ഇടവകയിൽ പോയിട്ട് തുടരുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് തുടരുന്നില്ല ആരും. തലശ്ശേരിയിൽ ബൈബിൾ പഠിച്ച ആരും വന്നിട്ടില്ല. അത് തന്നെയുമല്ല, എനിക്ക് അഞ്ചാമത്തോളം ഇന്ത്യയിൽ തന്നെ ഒരിടത്തും ബൈബിൾ അപ്പോസ്ലേറ്റിന് മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു അച്ഛനും അന്നുണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇപ്പം NBCLCയിൽ, നാഷണൽ സെൻറ്ററിലും POCയിലും ബൈബിൾ അപ്പോസ്ലേറ്റിൻ്റെ എന്തെങ്കിലും മീറ്റിംഗ് വരുമ്പോൾ ഞാനോ സിസ്റ്റർ ഗ്ലോറിസ്റ്റേ പോകും, റിപ്പോർട്ട് അവതരിപ്പിക്കും. പക്ഷേ അവരെല്ലാവരും പറയാനുണ്ടായിരുന്നു തലശ്ശേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ബൈബിൾ ചിത്രകഥ എടുത്ത് വിതരണം ചെയ്യുന്നു. ഇങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചിത്രകഥ പബ്ലിഷ് ചെയ്തിരുന്നതും തീർത്ഥാടനം ചെയ്തിരുന്നതും തലശ്ശേരിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 13 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ തീർത്ഥാടനമാണെന്നുണ്ടെങ്കിലും തലശ്ശേരി മാത്രമല്ല, തലശ്ശേരിയിലുള്ളതിൻ്റെ ഒരു 10 ഇരട്ടി മറ്റു ഊതുകൾ പോകുന്നുണ്ടായിരുന്നു. പല സിസ്റ്റേഴ്സും അതൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. ജീസസ് യൂത്തിൻ്റെ നല്ലൊരു ഗ്രൂപ്പ് അതൊരു സ്റ്റഡി ക്ലാസ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പെട്ടെന്ന് നിർത്തി കളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കാര്യം ചെയ്യും, ബൈബിൾ അപ്പോസ്ലേറ്റ് ആരും വേണ്ടി ലഭിച്ചോളൂ. എനിക്ക് സൗകര്യമായിട്ടൊരു സ്ഥലം തരാമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുസ്തകങ്ങളെല്ലാം അത് വരുന്നു നോക്കിയോളും, എനിക്ക് കുറേ കടമുണ്ട്, അത് പിന്നെ സാവകാശം വീട്ടാം.
അപ്പം ഞാൻ മേടിച്ച കടത്തിനെല്ലാം ഞാൻ ഉത്തരവാദിത്വം ഉണ്ടാകണം, പുസ്തകം ആര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വള്ളപ്പള്ളി പിതാവായിട്ട് സംസാരിച്ചു. വള്ളപ്പള്ളി പിതാവ് അച്ഛനൊക്കെ ഇതിനെ ഇടവയിലേക്ക് പോകുന്നത്, ഇടവയിൽ പോകുന്ന അച്ഛൻ ചെയ്ത പണി ആരാ ചെയ്യുന്നത്, എനിക്കറിയാൻ പാടില്ല, ഞാൻ പിതാവിനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പിതാവിൻ്റെ കൺസൾട്ടേഴ്സുമായിട്ട് സംസാരിച്ചു. എങ്ങനെയോ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ഇടവയിലേക്ക് പോകണമെന്നുള്ള നിർബന്ധം അവിടെ നിന്നു. പക്ഷേ എനിക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് ട്രാൻസ്ഫറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആദ്യത്തെ പ്രശ്നം ഈ പുസ്തകങ്ങൾ എങ്ങനെയെങ്കിലും ആര് നഷ്ടപ്പെട്ടു പോകാതെ ഒഴിവാക്കണം. ഞാൻ കടം വാങ്ങിയിരിക്കുന്ന തുക തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഞാൻ ഡിവൈനിലേക്ക് എഴുതി. ഡിവൈൻ പാനിക്കലച്ഛന് ഒരു കത്തയച്ചു, എനിക്ക് അച്ഛനോട് നിങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ അച്ഛനെ കാണാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ചെന്നു. അച്ഛൻ ചോദിച്ചു, എന്താ പ്രശ്നം ഇതാണ്, എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫറാണ്. നല്ല കാര്യം, എന്താ നല്ല കാര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രൊവിൻഷ്യൽ മീറ്റിങ്ങിൽ അൽമായർക്ക് വേണ്ടി ഒരു ബൈബിൾ കോളേജ് ഡിവൈനിൽ ആരംഭിക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. ആരിത് നടത്തും എന്ന് ചോദിച്ചപ്പോൾ ആകപ്പാടെ ബൈബിൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ അൽമാരുടെ പ്രവർത്തിക്കുന്ന മൈക്കിളച്ചൻ മാത്രമേ ഉള്ളൂ. മൈക്കിളച്ചനോട് വരാൻ പറ്റുമോ, മൈക്കിളച്ചന് വിട്ടു തരുമോ എന്ന് പിതാവിനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, അപ്പോൾ തമ്പുരാൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വരാം, പക്ഷേ എൻ്റെ കൂടുതൽ ഇങ്ങനെ ഒരു ബാധ്യതയും കൂടി ഉണ്ട്, കുറേ പുസ്തകങ്ങൾ. പുള്ളി പറഞ്ഞു, ഇതിവിടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മളാരും ആലോചിക്കട്ടെ, ഞാൻ കൗൺസിലിൽ വെക്കാം, അതിന് ശേഷം അറിയിക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾക്ക് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്, ആരും തല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 15 ലക്ഷം രൂപ നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്, അത് ഒരു 30% ഡിസ്കൗണ്ട് കൊടുത്താൽ പിന്നെ 10 ലക്ഷം ഉണ്ടാവും. എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ മതി, എനിക്ക് എൻ്റെ ബാധ്യത അത്രയേ ഉള്ളൂ. അപ്പോൾ കടമുണ്ട്, ഞാൻ മുടക്കിയ കാശും അത് എപ്പോൾ തരണം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിൽ 2 ലക്ഷം തരാം, ഡിസംബറിൽ 2 ലക്ഷം തരാം, പുസ്തകം തന്നേക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ സാധനം കംപ്ലീറ്റ് കയറ്റി ഡിവൈനിൽ കൊണ്ടുപോയി ഇറക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാലക്കാട് അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ മനത്തോട് പിതാവ് ചോദിച്ചു, എന്താ ഇപ്പോഴത്തെ പരിപാടികളൊക്കെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രാൻസ്ഫറാണ്, എങ്ങോട്ടാണ്? അതിപ്പം ഡിവൈനിലെ കാര്യം വരും. പിതാവ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടവകയിലേക്ക്. അപ്പോൾ അച്ഛൻ എന്നാ തീരുമാനിക്കുന്നത്? ഞാൻ തീരുമാനമൊന്നും ആയില്ല, ഡിവൈനിന് ആവശ്യപ്പെടുന്നുണ്ട്. അച്ഛൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച കാത്തിരിക്കുക. തൂങ്ങുഴി പിതാവ് അച്ഛൻ എഴുതും. 97 തൂങ്ങുഴി പിതാവ് എനിക്ക് എഴുതി, ഞങ്ങളിങ്ങനെ ഒരു സെമിനാർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ അങ്ങോട്ട് തീർച്ചയായിട്ടും വരണം. ഞാൻ പിതാവിന് എഴുതാം. അപ്പോൾ ഏതായാലും അപ്പോൾ എനിക്ക് 2 ഓഫറായി. അപ്പോൾ എവിടെയാണ് വേണ്ടത്? ഞാൻ പിന്നെ പിതാവിനോട് ചോദിച്ചു, പിതാവ് ഇപ്പം അപ്പോൾ അച്ഛൻ എങ്ങോട്ടൊക്കെയാണ് പോകണേ? ഞാൻ പറഞ്ഞു, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, എവിടെയും ഇവരുടെ താമസിച്ചുകൊണ്ട് 2 ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് അച്ഛൻ ഡിവൈനെ വിട്ടുള്ളൂ. അങ്ങനെയാണ് പിതാവിൻ്റെ അനുഭവത്തിലൂടെ അവസാനം ഡിവൈനിലേക്ക് പോയി ഞാൻ ആഴ്ചതോറും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. കേരള സഭയിലെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ ഈ സമൂഹത്തെ സമ്പന്നമാക്കിയ, ദൈവം കൈപിടിച്ചു നടത്തിയ മുരിങ്ങൂരുള്ള ഡിവൈൻ റിട്രീറ്റ് സെന്റർ ദൈവത്തിന്റെ ശക്തമായ ഉപകരണമായി സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിൻസെൻഷ്യൻ വൈദികരുടെ കൂട്ടായ്മയിൽ നിന്നും രൂപം കൊണ്ട ഏറെ നവീകരണ പ്രവർത്തനങ്ങൾ വേറെയുമുണ്ടായിരുന്നു. ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കും പുറമെ പ്രസിദ്ധീകരണങ്ങളും ടെലിവിഷൻ ചാനലും ബൈബിൾ കോളേജും തുടങ്ങി ശുശ്രൂഷകളുടെ ഒരു നീണ്ട നിര തന്നെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് ഊർജം പകർന്നുകൊണ്ടിരുന്നു. 1990കളുടെ ഒടുവിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചന്റെയും സഹപ്രവർത്തകരുടെയും മനസ്സിൽ ദൈവം നൽകിയ ആശയമായിരുന്നു ബൈബിൾ കോളേജ്. അതിന് രൂപവും ഭാവവും ജീവനും അവിടുന്ന് പകർന്നതാകട്ടെ ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റം അച്ഛനിലൂടെയും. വളരെ യാദൃശ്ചികമായാണ് ഇത്തരമൊരു വലിയ ദൈവിക പദ്ധതിയുടെ അമരക്കാരനായി മാറാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. അങ്ങനെ ഡിവൈനിൽ വന്നു. അത് എൻ്റെ ജീവിതത്തിലെ വേറൊരു ഫേസാണ്. അപ്പോൾ 15 വർഷം തലശ്ശേരിയിലെ ഇത് കഴിഞ്ഞു. ഇനി വേറൊരു രീതിയിലുള്ള പ്രവർത്തനമാണ്. ഡിവൈനിൽ വന്നതും എനിക്കൊരു വലിയ, അതെനിക്ക് ഈ കരിസ്മാറ്റിക്കാരോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനും മാടകശ്ശേരത്തിനോട് ഒരിക്കൽ പോട്ടയിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പകുതിയായി ഇറങ്ങി പോകുന്നതായി. ഈ ഹല്ലേലൂയ ബഹളമൊന്നും കേട്ടിട്ട് ഒട്ടും ദഹിക്കരുത്. പിന്നെ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ദൈവം ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി ഡിവൈനിൽ. അത് ഓഡിറ്റോറിയത്തിന് നേരെ മുകളിലാണ് എനിക്ക് തന്നെ ആദ്യം തന്നെ ബൈബിൾ കൺവെൻഷൻ നടത്തിപ്പിക്കുകയും ചെയ്തു. അതെ, എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ അർത്ഥം കാണിച്ചു തരികയായിരുന്നേ. അപ്പം എൻ്റെ വഴികളിലൂടെ ഒരിക്കലും എന്നെ തമ്മിൽ വിട്ടിട്ടില്ല.
വിട്ടാൽ നാശം ഉണ്ടാകുമെന്ന് അറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ ഒരു വാർത്ത, ഞാൻ തലശ്ശേരിയിൽ വെച്ച് 15 വർഷം ശ്രമിച്ചിട്ട് എനിക്ക് ആകെപ്പാടെ 350 പേർക്കാണ് ബൈബിൾ ക്ലാസ് കൊടുക്കാൻ സാധിച്ചത്. ഞാനിവിടെ വന്ന് ആദ്യത്തെ ബാച്ചിൽ 6 ആഴ്ചത്തെ ബൈബിൾ ക്ലാസ് 650 പേരുണ്ടായിരുന്നു. ഡിവൈനിൽ 650 പേര്. അത് 85 വയസ്സുള്ള കാർന്നൂർ മുതൽ 15 വയസ്സുള്ള ചെറുപ്പക്കാരും വരെയുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. കൊലപാതക കേസിൽ പ്രതിപ്പെട്ട 3 പേരുണ്ടായിരുന്നു. ഹിന്ദുസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാൻ വരാത്തവരും എല്ലാ വ്യക്തികളും. അതുപോലൊരു, പക്ഷേ അതൊരു വലിയ അത്ഭുതമായിരുന്നു. 650 പേരുടെ ഒരു ക്ലാസ്. ഞാൻ പലരും കൂട്ടി ക്ലാസ് എടുത്തു. എങ്ങനെ പോകുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് ഭംഗിയായിട്ട് പോയി. എനിക്ക് വലിയൊരു ഹാരമായി. അത് ആൾക്കാർക്കും താല്പര്യമായി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരുപാട് പേരിപ്പോൾ വളരെ സജീവമായിട്ട് സുവിശേഷ പ്രഘോഷണ രംഗത്തുണ്ട്. ഒത്തിരി ആൾക്കാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടുന്ന് ഒരാൾ ജോയി എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഞാൻ അന്ന് ബൈബിൾ കോളേജിൽ പറഞ്ഞു. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിലെ അംഗങ്ങളാണെന്ന് പറയും. 650 പേരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സജീവമായിട്ട്. അത് 6 ആഴ്ച. 6 ആഴ്ചത്തെ കോഴ്സിൽ ഒരു 4 ദിവസം ധ്യാനം ഉണ്ടാകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബൈബിൾ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ് തന്നെ വളരെ സജീവമായിട്ട് ഇപ്പോൾ മൊത്തമായിട്ട് ഒരു സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ബൈബിൾ രക്ഷാചരിത്രം കൊടുക്കും. പുസ്തകങ്ങളെക്കുറിച്ച് മൊത്തം ഒരു അവലോകനം ഉണ്ടാകും. പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടാകും. എങ്ങനെ ബൈബിൾ വായിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, പരിശീലനം കൊടുക്കും. ബൈബിൾ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഒരു സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ളൂ. ഞങ്ങൾ വിഷയം കൊടുക്കും. കായനോ അഭിനോ ആധുനികമായിട്ട് അവതരിപ്പിക്കുക. അബ്രാഹത്തിൻ്റെ പുറപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ബൈബിളെടുത്ത് ആനുകാലികമായിട്ട് കലാരൂപത്തിൽ ആവിഷ്കരിക്കാനായിട്ട് അത് ആൾക്കാർക്ക് വലിയൊരു ഹരമായി. അതങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇവരെ ഞാൻ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടും. എവിടെയെങ്കിലും പോയി 2 ദിവസം ഹോസ്പിറ്റൽ പഠിക്കാൻ വരുന്നതിന് മുഴുവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടും. എല്ലാവരും ഒരിക്കലും കുഷ്ഠരോഗ കോളനി വിടും. പിന്നെ ഒരു ദിവസം ഇവരെല്ലാവരും 4 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡ്, ചാലക്കുടി ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആരോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയണം, നിർബന്ധമായിട്ട്. അപ്പോൾ ഈ 2 പേര് പോവുക, യേശുവിനോട് സുവിശേഷം. അങ്ങനെ ഒരു വളരെ സമഗ്രമായിട്ടുള്ള പരിപാടിയാണ്. പ്രാർത്ഥനകൾ അവരെ കൊണ്ട് നയിപ്പിക്കും, അവരെ കൊണ്ട് സുവിശേഷം പ്രസംഗിപ്പിക്കും. അങ്ങനെ വളരെ നല്ലൊരു പരിപാടി. അതുകൊണ്ട് ഒത്തിരി സഹായമായി. അത് പിന്നെ താല്പര്യമായി. അതങ്ങനെ ഒരു വർഷം പോയി. ഒരു 2-3 ബാച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇതിപ്പം മലയാളമല്ല മാത്രമേ ഉള്ളൂ, നമുക്ക് ഇംഗ്ലീഷിലും വെക്കാം. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് തുടങ്ങി. അപ്പോൾ ഒരു ബാച്ച് ഇംഗ്ലീഷ്, ഒരു ബാച്ച് മലയാളം. ഇംഗ്ലീഷിൽ ഫസ്റ്റ് ബാച്ചിൽ 280 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒന്ന് പോരുന്നത് വരെ മിക്കവാറും 200-250 പേരുടെ ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒന്നിനും കൊള്ളാത്തവനെന്ന് വിലയിരുത്തപ്പെട്ട ഒരു ജീവിതം, മരണം മാത്രം മുന്നിൽ കണ്ട് തള്ളി നീക്കിയ ദിനങ്ങൾ, നിരാശയുടെയും കണ്ണീരിന്റെയും ഇരുണ്ട രാത്രികൾ കടന്ന് ദൈവകൃപയുടെ പുലർവെളിച്ചം ആ ജീവിതത്തിൽ പതിച്ചപ്പോൾ സംഭവിച്ച മാറ്റം അതിശയകരമായിരുന്നു. 90കളുടെ അന്ത്യത്തിൽ ബൈബിൾ കോളേജിന്റെ അമരത്തിരുന്ന് 100 കണക്കിന് പേർക്ക് വചനം പകർന്നു നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെയും ഒതുങ്ങുന്നതായിരുന്നില്ല. തിരുവചനത്തിനു വേണ്ടി ഏറെ സഞ്ചരിക്കുവാൻ, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ തന്നാലാവും വിധമെല്ലാം വചനം ലോകത്തിൽ നിറയ്ക്കുവാൻ അദ്ദേഹം അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരുന്നു. തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ ബൈബിൾ പ്രൊഫസർ സ്ഥാനവും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയോടുകൂടി എൻ്റെ പ്രോഗ്രാം തീരും. പിന്നെ ഞായറാഴ്ച ഇവരെ മിനിസ്ട്രി കൂടുക. അപ്പം എനിക്ക് തിങ്കളാഴ്ച തിരിച്ചു വന്നാൽ തിങ്കളാഴ്ച വരുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് സമയത്ത് ശനിയാഴ്ച ഇവിടെയും പോകാൻ തന്നെ ക്ലാസ് എടുക്കാമല്ലോ. അതുകൊണ്ട് കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് പോയി. ചിലപ്പോൾ കൽപ്പറ്റയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വണ്ടി കയറും, ഞായറാഴ്ച തിരിച്ചു വരും. ഇതൊരു തിരിയുടെ 2 അറ്റവും കൊളുത്തുന്ന പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പിന്നെ അന്ന് ഉണ്ടായിരുന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ വാട്ടർ ടാങ്കാണ്, വലിയ ജലസംഭരണി. ഇതിൻ്റെ അകത്തൊരു 10 ലക്ഷം ലിറ്ററാണ് വെച്ചിരിക്കുന്നത്. ഞാനത് 1/2 ഇഞ്ച് പൈപ്പ് ഇട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വരും, കുറേ ദീർഘം. അല്ല 1 അടിയുടെ പൈപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും, കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വലിച്ച് തീർക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പം ഇങ്ങനെ അതികഠിനമായ ജോലി ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചു? എനിക്ക് ക്ഷീണം എന്തെന്ന് അറിയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ തന്നെയാണോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അല്പം തോന്നാറുണ്ടായിരുന്നു. കാരണം ചെറുപ്പകാലത്തെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ശോഷിച്ച് ഒരു ഇതിനും കൊള്ളാതിരുന്ന തറ പറ്റിയ മനുഷ്യൻ.
പിന്നെ ഞാൻ റൂമിൽ ചെന്നതോടുകൂടി എൻ്റെ ശ്വാസത്തിൻ്റെ പ്രശ്നം മാറി, ഹാർട്ടിൻ്റെ പ്രശ്നം മാറി. ആബ്സല്യൂട്ട്ലി നോ ഇൽനെസ്. മണിക്കൂറുകൾ പഠിച്ചാലും 36 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഞാൻ വണ്ടി ഓടിച്ച സാഹചര്യങ്ങളുണ്ട്. അതിവിടെ വന്നിട്ടാണെങ്കിലും ഓടിക്കുമായിരുന്നു. ക്ഷീണം എന്താണെന്ന് അറിയാൻ പാടില്ല, അസുഖങ്ങളൊന്നുമില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. ഉത്തരമില്ലാത്ത ഏറെ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉയർന്നു വരുമ്പോൾ, ദൈവപരിപാലനയെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ, ഇതുപോലുള്ള ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ വലിയ മാതൃകയാണ്. ഉടച്ചു വാർക്കുകയും പറിച്ചു നടുകയും കൂടുതൽ ഫലദായകമാക്കി ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ ദൈവിക പദ്ധതികളുടെ മാഹാത്മ്യം നാം തിരിച്ചറിയുമ്പോൾ, ബഹുമാനപ്പെട്ട കാര്യമറ്റമച്ചനെ പോലെ ജീവിതം ഏറ്റവും വിശ്വസ്തയോടെ ദൈവത്തെ ഭരമേൽപ്പിക്കുവാൻ നമുക്കും സാധിക്കും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബോധം തെളിയുമ്പോൾ അവർ ഡോക്ടർ പറഞ്ഞപ്പം ഓക്കെ, പ്രതീക്ഷിച്ച പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഇത് 2 തവണ ഇപ്പം എൻ്റെ ഓപ്പറേഷൻ്റെ ഇവിടെ പുറത്തൊരു ഓട്ടയുണ്ട്. അപ്പോൾ 2 തരത്തിൽ തുറന്നിട്ട് പുള്ളി ബ്രെയിൻ സ്കള്ളിൽ മുടി ഒന്നും തുറക്കേണ്ട കാര്യമില്ല, തുറന്നു. അതെങ്ങനെയാണ് വാഷ് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതായത് പമ്പ് ചെയ്ത് കളയുക. പിന്നെ ഇവിടത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ചിന്ത, ഗോയിങ് ഹോം എന്നൊരു ചിന്തയാണ്. ഞാൻ കംപ്ലീറ്റ് വിട്ടു ഇവിടെ. പിന്നെ ചുറ്റുപാട് നടക്കുന്നതാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പം ഈ ലോകത്തെക്കുറിച്ചൊന്നും ചിന്തയില്ല, സംഗതി വിട്ടമട്ടായി. എത്ര കാലം നിന്നെന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂറോളം ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചു എന്നെല്ലാവരും തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പം പട്ടിൽ പിതാവ് എന്നെ അന്വേഷിച്ച് അവിടെ വന്നു. തട്ടിൽ അച്ഛൻ, റാഫേലച്ഛൻ. അച്ഛൻ ഇങ്ങനെ പോവുകയാണ്. അച്ഛൻ പോവുക, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് നോക്കും. ഞാൻ ഇവിടെ പോയുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോയി, അച്ഛനെ എന്നെ കൊണ്ട് പറ്റില്ല അച്ഛൻ. അല്ല, അച്ഛൻ അവിടെ വന്നിരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട.